ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ തുടങ്ങിയ ഒരു വീക്കെൻഡ് കാർ ഡ്രൈവ്. അത് ചെന്നെത്തിയത് നല്ല കുറേ മെമ്മറീസ് തന്ന ഒരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്തായിരുന്നു. പാലാരിവട്ടത്തെ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് 1 മണിക്കൂർ മാത്രം ട്രാവൽ ചെയ്ത് പിറവത്തുള്ള കൊച്ചിരിക്കൽ കേവ്സിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കേവാണ് ഇത്രേ, കാർവ് ചെയ്തെടുത്തതല്ല. ഇവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലോകയുടെ ഷൂട്ടും കുമാരിയുടെ ഷൂട്ടും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേവിലാണെന്ന്. നമുക്കവിടെ കയറി നിൽക്കാം, 50 പേർക്ക് വരെ സുഖമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങളുടെ വേരുകൾ കൊണ്ടാണ് ഈ ഒരു കേവ് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നത്. ഈ വേരുകളിലൂടെ മഴക്കാലത്ത് ഇങ്ങനെ ഉറവയായിട്ട് വെള്ളം വരും. ആ വെള്ളം ചെന്ന് ഒരു അടുത്തുള്ള കുളത്തിലാണ് ചെന്നിട്ട് ചേരുന്നതെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് അവർക്ക് ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഒന്ന്, യുദ്ധം, പണ്ടൊക്കെ നാട്ടുരാജാക്കന്മാരുടെ യുദ്ധ സമയത്ത് അവർ ഇങ്ങനെ ഒളിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഈ ഗുഹയാണെന്ന് പറയുന്നു. പിന്നെ ശ്രീരാമൻ്റെ കാലത്ത് ഈ ഗുഹയിലൂടെ കയറിയിട്ട് അപ്പുറത്തുള്ള അരീക്കൽ വാട്ടർഫാൾസിൽ ചെന്ന് ഇറങ്ങി അവിടെ കണ്ട ഒരു മാനിനെ അമ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ മാൻ കൂത്താടി നടന്ന സ്ഥലമാണത്രേ കൂത്താട്ടുകുളം. പിന്നെ വേറെയും പറഞ്ഞു, 1-2 സ്ഥലങ്ങളും കൂടെ പറഞ്ഞു ആ മാനിനെ റിലേറ്റ് ചെയ്തിട്ട്, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. ഇതേപോലെ വലിയ വലിയ മരങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺ റേയ്സും ഈ മരങ്ങളും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുളം. ഈ കുളത്തിലാണ് കുമാരിയുടെ ഷൂട്ട് നടന്നതെന്നാണ് അവർ പറഞ്ഞത്. വെള്ളം വളരെ കുറവായിരുന്നു. ഈ പടവുകളിലൂടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ ചെന്ന് ഇരിക്കാം. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേനും ഈ ഒരു സൺസെറ്റിൻ്റെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതി ഇങ്ങനെ ഭയങ്കര വല്ലാത്ത ഒരു ആകർഷണവും വിസ്മയിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ അതാ കുറേ കുഞ്ഞൻ മീനുകൾ കാലിൻ്റെ സൈഡിലും താഴയിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കടിക്കാൻ തുടങ്ങി. എറണാകുളത്തൊക്കെ ഫിഷിൻ്റെ സ്പാ നമ്മൾ ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് വളരെ ഫ്രീ ആയിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അതിൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളവും കാടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കുളം. പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ടും തുണി അലക്കാൻ വേണ്ടിയിട്ടും വന്നിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലത്തേക്കാണത്രേ. അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡ് ചേട്ടൻ പറയുന്നത് ഇന്നും രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ തുണി അലക്കുന്നതിൻ്റെയും കുഞ്ഞുങ്ങൾ കരയുന്നതിൻ്റെയും ഒക്കെ ശബ്ദം ഇവിടെ കേൾക്കാൻ പറ്റും എന്നാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള, എന്നാൽ മനസ്സിന് ഒരുപാട് സമാധാനം തരുന്ന ഒരു പ്ലേസ് തന്നെയായിരുന്നു അത്.